ഞാൻ 10 ദിവസക്കാലം മുമ്പ് വയനാട്ടിൽ പോയപ്പോ സുധിയെ കണ്ടു. മഹാദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയെ ഓർത്ത് കേരളം മുഴുവൻ കരഞ്ഞില്ലേ? സുധി എന്ന പെൺകുട്ടി. അവരുടെ അച്ഛനും അമ്മയും സഹോദരിയും ചൂരൽമലയിലെ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു. ആസ്റ്റർ മെഡിസിറ്റിയിലെ നഴ്സായത് കൊണ്ട് മാത്രം അവൾ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ കൂട്ടായി കരുതിയത് ജെൻസൺ എന്ന പ്രതിശ്രുത വരനെയാണ്. ജെൻസനെയും ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടു. സുധിയെ ഒറ്റപ്പെടുത്തിയില്ല കേരളം. ആ സുധി എന്ന പെൺകുട്ടിക്ക് കേരളത്തിലെ ഗവൺമെന്റ് സർക്കാർ ജോലി തന്നെ കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു. ഒരാളെയും ഒറ്റപ്പെടുത്തില്ല എന്ന് കേരളം നിശ്ചയിച്ചു. കേവലം ഒരു സുധിയല്ല, 10 സ്ത്രീകൾ, 5 പുരുഷന്മാർ, 18 വയസ്സു തികയാത്ത 6 കുട്ടികൾ, 21 പേർക്ക് ഇനി രക്തബന്ധുക്കൾ ആരും ജീവനോടെ നമ്മുടെ നാട്ടിൽ ശേഷിച്ചിരിക്കുന്നില്ല. 284 പേർ മരണപ്പെട്ടതിൽ 8 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കാനുള്ള കണക്കെടുത്ത് പരിശോധിച്ചപ്പോ 57 പേർക്ക് കൊടുത്ത കണക്ക് അവരുടെ കോളം നില്ലാണ്, ഒരു മറുപടിയുമില്ല. വയനാട്ടിലെ ജില്ലാ കളക്ടറോട് ഞാൻ അന്വേഷിച്ചു, എന്റെ 57 പേർ ബാക്കി നിൽക്കുന്നു, അവരുടെ നഷ്ടപരിഹാരം നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? IAS ആണെങ്കിലും വിതുമ്പലോടെ വയനാട്ടിലെ ജില്ലാ കളക്ടർ പറഞ്ഞു, സാർ, ആ 57 പേർക്ക് രക്തബന്ധുക്കളായി, ആശ്രിതരായി ഈ നഷ്ടപരിഹാരം കൊടുക്കാൻ ഒരു മനുഷ്യ കുഞ്ഞുപോലും ഇനി 17 കുടുംബങ്ങളിൽ മരണപ്പെട്ടവർക്ക് തർപ്പണം നടത്താൻ, ഒപ്പീസു ചൊല്ലാൻ ഒരു മനുഷ്യൻ ബാക്കിയില്ല ചൂരൽമലയിൽ. അത്ര വലിയ ദുരന്തമാണ് ചൂരൽമലയിൽ ഉണ്ടായത്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ജൂലൈ 30 അർദ്ധരാത്രിയും കഴിഞ്ഞ നേരത്ത് ആസ്റ്റർ മെഡിസിറ്റിയിലെ ആശുപത്രികൾക്കിടയിലൂടെ ഭ്രാന്തമായ അനുഭവത്തിലൂടെ നടന്നു പോകുന്ന നേരത്ത് നിലവിളികളുടെ കൂട്ടത്തിൽ ഒരമ്മയെ കണ്ടു. എൻ്റെ അമ്മയുടെ അതേ ഉയരമുള്ള ഒരു സ്ത്രീ, എന്നെക്കാൾ ഉയരം കുറവാണ് എൻ്റെ അമ്മയ്ക്ക്. എൻ്റെ അമ്മയുടെ അതേ ഉയരമുള്ള ഒരു സ്ത്രീ, എൻ്റെ അമ്മയ്ക്ക് 81 വയസ്സാണ്, ഏതാണ്ട് അതേ പ്രായത്തിലുള്ള ഒരു സ്ത്രീ. 2 നേഴ്സുമാരുടെ കൈകൾ തകർത്തെറിയാൻ ശ്രമിച്ചവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, എനിക്ക് ആ മക്കളെ കാണണം. സാധാരണ നിലയിൽ വിലങ്ങുന്ന, ഉറയ്ക്കുന്ന, വിതുമ്പുന്ന ഒരമ്മ എൻ്റെ അമ്മയാണെന്ന ധാരണയിൽ ഞാൻ അവരെ ചേർത്തു പിടിച്ചു, നെറുകയിൽ തലോടി. സാധാരണ മനുഷ്യരുടെ മറുപടി പോലെ ഞാൻ പറഞ്ഞു, മക്കൾ തിരിച്ചു വരും എന്ന് കരുതുക, കണ്ട കാഴ്ചകൾ മറക്കാൻ ശ്രമിക്കുക, ഒന്നുറങ്ങി വെളുക്കുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. ആ അമ്മ എന്നോട് തിരിച്ചു ചോദിച്ചു, ഞാനൊരു മന്ത്രിയാണെന്ന് ആ അമ്മയ്ക്ക് അറിയുന്നതേയില്ല. ആ അമ്മ ഞാനൊരു നാട്ടുകാരനാണെന്ന ധാരണയിൽ എന്നോട് പറയുകയാണ്, മോനെ, മുണ്ടക്കൈയിലെ മസ്ജിദിന്റെ എതിർവശത്ത് നമ്മുടെ സുദേവന്റെ വീടുണ്ടല്ലോ, സുദേവന്റെ വീടിന്റെ പിറകിൽ മുഹമ്മദിന്റെ വീട്, മുഹമ്മദിന്റെ വീടിന്റെ പിറകിൽ ബഷീറിന്റെ വീട്, ബഷീറിന്റെ വീടിന്റെ പിറകിലാണല്ലോ എൻ്റെ വീട്. ഈ ദുരന്തമുണ്ടായി 3 മണിയുടെ 2ാമത്തെ ഉരുളും പൊട്ടി. അരമണിക്കൂർ കഴിഞ്ഞ് കണ്ടവരെയൊക്കെ കൂട്ടാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ 16 പേരായി. ബാക്കിയുള്ളവരെ ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ പേര് വിളിച്ച് 2 മക്കൾ കരയുന്ന ശബ്ദം ഞാൻ കേട്ടു. അത് ബഷീറിന്റെ മക്കളാണ്, ഞാൻ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ 16 പേരും ഓടി എൻ്റെ വീടിന്റെ പിറകിലേക്ക് പോയപ്പോ ബഷീറിന്റെ വീടിനോട് ചേർന്ന് അവരുടെ 2 മക്കൾ, 13 വയസ്സായ മൂത്തവനും 11 വയസ്സായ 2ാമത്തവനും, കോൺക്രീറ്റിന്റെ പാളി അവരുടെ തലയ്ക്ക് മീതെയുണ്ട്. പൊട്ടി വീണ സ്ലാബ് അനുജന്റെ തലയിലേക്ക് വീഴാതിരിക്കാൻ ജ്യേഷ്ഠൻ, ഉയരം കൂടിയ 13 വയസ്സുകാരൻ, തലകൊണ്ട് താങ്ങിപ്പിടിച്ചു നിൽക്കുകയാണ്. ഞാൻ പറ്റില്ലെങ്കിലും മുല കൊടുത്തില്ലെങ്കിലും അവരെന്റെ മക്കളെ പോലെ പ്രിയപ്പെട്ടവരാണ്. ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ഓടാൻ നോക്കി, പക്ഷെ ചെളിയിൽ ഞങ്ങൾ താന്നു പോവുകയാണ്. ഒരു വടിയെറിഞ്ഞു കൊടുത്തു, ഒരു കയറെറിഞ്ഞു കൊടുത്തു, ഒന്നും പിടിക്കാനാകുന്നില്ല. ആ അമ്മ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, അവസാനം ഉടുത്തിരുന്ന സാരി ഞാൻ വലിച്ചെറിഞ്ഞു, അവരെ കൊണ്ടുവരാൻ പറ്റും. 13 വയസ്സുകാരനും 11 വയസ്സുകാരനും ഉറക്ക നിലവിളിക്കുകയാണ്. പതുക്കെ പതുക്കെ അവർ ഭൂമിയിലേക്ക് താന്നുകൊണ്ടേയിരുന്നു. 2 പേരുടെയും നിലവിളി നിന്നുപോയി. അവരുടെ അവസാനം കണ്ട മുടിയുടെ കറുപ്പും തീർന്ന് കോൺക്രീറ്റും താഴേക്ക് പോയി. നിർഭാഗ്യമായ കാഴ്ചകൾ കണ്ട കണ്ണുകളാണ് എന്റേത്. ആ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമോ? മന്ത്രിയാണ് ഞാൻ, മന്ത്രിക്കുള്ള പരിമിതികളും അധികാരങ്ങളുമുണ്ട്. എനിക്ക് തിരിച്ചു കൊടുക്കാനാകുമോ ആ 2 മക്കളെ? അമ്പയെപ്പോലെ പൊട്ടിക്കരയുന്ന അത്തരം ഒരുപാട് അമ്മമാരുടെ മുമ്പിൽ നിശബ്ദരായി തലതാഴ്ത്തേണ്ടി വന്നു. 1 മാസക്കാലത്തെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഞങ്ങൾക്ക് അവരെ കുറിച്ച് ഓർക്കണ്ടേ കേന്ദ്ര ഗവൺമെന്റ്?
ആഗസ്റ്റ് 7-ാം തീയതി ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വന്നു വയനാട്ടിലേക്ക് ദുരന്തം പരിശോധിക്കാൻ, L3 വിഭാഗത്തിൽ പെടുത്തണമോ എന്ന് നോക്കാൻ, എത്ര അഡീഷണൽ അസിസ്റ്റന്റ് തരണമെന്നറിയാൻ. അവരവിടെ വന്നു പരിശോധിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആഗസ്റ്റ് 10-ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് വരുന്നു കേരളത്തിലേക്ക്. ഞങ്ങൾക്ക് പ്രത്യാശയുണ്ടായി, ദുരന്തത്തിന്റെ നടുവിലും സഹായിക്കാൻ കൈകളുണ്ടാകും എന്ന ധാരണയുണ്ടായി. കൽപ്പറ്റയിലെ SKNJ സ്കൂളിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി, കരമാർഗം കാറിലൂടെ ബെയിലി പാലത്തിന്റെ മുകളിൽ കയറി അഭിവാദ്യം ചെയ്ത് വെള്ളാർമല സ്കൂളിലേക്ക് നടന്നു നോക്കി. തിരിച്ചു വന്നു മേപ്പാടിയിലെ ആശുപത്രിയിൽ നൈസ എന്ന 2.5 വയസ്സുകാരി കുട്ടിയെ താലോലിക്കുന്ന ചിത്രം ലോകത്തെല്ലാ ഭാഷകളിലും ഇറങ്ങുന്ന പത്രങ്ങളുടെ 1-ാമത്തെ പേജിൽ പ്രസിദ്ധീകരിച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൽപ്പറ്റയിലെ കളക്ട്രേറ്റിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഗവർണർ, കേന്ദ്ര സഹമന്ത്രി, ഞങ്ങൾ 4 മന്ത്രിമാർ, അവിടുത്തെ MLA, ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വരച്ചു കാണിച്ചു അതിന്റെ ഗുരുതരമായ ചിത്രങ്ങൾ, ദുരന്തങ്ങൾ, നഷ്ടങ്ങൾ. 3 മിനിറ്റ് മൗനിയായിരുന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഞങ്ങളോട് പറഞ്ഞു, 979-ൽ ഗുജറാത്തിൽ നടന്ന അതിഭീകരമായ ദുരന്തത്തെക്കാൾ വലുതാണിത്. അവിടെ വളണ്ടിയറായി പ്രവർത്തിച്ച ഓർമ്മയിലാണ് ഞാൻ 3 മിനിറ്റ് നിശബ്ദനായത്. കേരളത്തെ എല്ലാ വിധത്തിലും സഹായിക്കും. ഞാൻ ചോദിക്കട്ടെ, 109 ദിവസം ചൂരൽമലയിലെ പിടഞ്ഞു വീണ മനുഷ്യന്റെ ദുരന്തത്തിന്റെ 109 ദിവസം കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി കേരളത്തിന്റെ ഡൽഹിയിലെ സ്ഥാനപതിക്ക് കത്തയക്കുന്നു. ഇതൊരു ദുരന്തമായി, ദേശീയ ദുരന്തമായി കാണാനാകില്ല എന്ന് മാത്രമല്ല, 110 ദിവസത്തിനിടയിൽ ചൂരൽമലയിൽ ദുരന്തമേറ്റുവാങ്ങിയ മനുഷ്യരെ 1 രൂപയുടെ സഹായം ചെയ്യാൻ എന്റെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ആരോടാണ് ഈ ഗവൺമെന്റിന് ഇത്ര വിരോധം? ഒരാൾ പറയുന്നു, STRF-ൽ കൊടുത്ത പണമുണ്ടല്ലോ, STRF-ൽ കൊടുത്ത പണം ഇത്തവണ 15-ാം ധനകാര്യ കമ്മീഷന്റെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ ഗവൺമെന്റ് കേരളത്തിൽ കൊടുക്കേണ്ടത് 291 കോടി 20 ലക്ഷം രൂപ. STRF-ൽ 96 കോടി കേരളവും വെക്കണം. അതാണ് സംസ്ഥാന ദുരന്ത നിവാരണ നിധി. ആ നിധിയിലെ പണം ചൂണ്ടിക്കാണിക്കാൻ ഒരു കേന്ദ്ര സഹമന്ത്രിക്ക് നാണമുണ്ടാകില്ലേ? കേരളത്തിലെ കേന്ദ്രത്തിന്റെ നിയമത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ? അതോ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണ് എന്ന് കരുതിയാണോ? ജനാധിപത്യ കേരളത്തിന്റെ സഹിഷ്ണുതയെ വെല്ലുവിളിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. ജനാധിപത്യ കേരളത്തിന്റെ സഹിഷ്ണുതയെ